إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, ഈ ദുനിയാവ് എന്നത് നമുക്ക് കടന്നു പോകാനുള്ളൊരു വഴിയാണ്. ആഖിറം എന്നതാകട്ടെ എന്നെന്നും താമസിക്കാനുള്ള ഇടമാണ്. അതുകൊണ്ട് കടന്നു പോകുന്നൊരു വഴിക്ക് വേണ്ടി നാം വിഭവങ്ങൾ ഒരുക്കുന്നതിനേക്കാളും കൂടുതലായിക്കൊണ്ട് എന്നെന്നും താമസിക്കാനുള്ള ഇടത്തിനു വേണ്ടി വിഭവങ്ങൾ ഒരുക്കിക്കൊള്ളുക. ഒരുപാട് യാത്രക്കാർ ഈ വഴിയിലൂടെ കടന്നുപോയി. അതുപോലെ ഞാനും നിങ്ങളുമെല്ലാം ഈ വഴിയിലൂടെ കടന്നു പോകുന്നവരാണ്. അവർ അവരുടെ കുടുംബത്തെയും സ്വത്തും വീടുമെല്ലാം ഉപേക്ഷിച്ചു കൊണ്ടുപോയതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തെയും സ്വത്തിനെയും വീടിനെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകുന്നവരാണ്. ചെറുതും വലുതുമായിക്കൊണ്ടവർ ചെയ്ത എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അവർ ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ നാം പ്രവർത്തിച്ച ഓരോ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തെ സംബന്ധിച്ചും നമ്മളും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ആ ആഖിറത്തിനു വേണ്ടി നാം ഒരുങ്ങിക്കൊള്ളുക. അതിനുവേണ്ടി നാം കഠിനമായി പരിശ്രമിക്കുക. തീർച്ചയായും നമ്മോട് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം അത് താമസിയാതെ തന്നെ നമുക്ക് വന്നെത്തുന്നതാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ മാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും തൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ട ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. ആ ദിവസം ഓരോ മനുഷ്യനും കൊതിച്ചു പോകുന്നതാണ്. ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. തനിക്കും താൻ ചെയ്തിട്ടുള്ള തിന്മകൾക്കുമിടയിൽ വലിയ ദൂരമുണ്ടായിരുന്നുവെങ്കിലെന്ന്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിനെ ദുനിയാവിനും ആഖിറത്തിനും ഇടയിലുള്ളൊരു മറയാക്കിയിരിക്കുകയാണ്. ആ ഖബറിന്റെ സ്ഥാനം എന്നത് ദുനിയാവിലാണ്, ഭൂമിയിലാണ്. പക്ഷേ ആ ഖബറിലെ വ്യക്തി അവൻ ആഖിറത്തിലാണ്. ഖബറിലുള്ള അവനോടുള്ള ഇടപാടുകൾ ആഖിറത്തിലെ ഇടപാടുകളാണ്. ഖബർ എന്നത് പരലോക ഭവനങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ ഭവനമാണ്. പരലോകത്തെ ഏറ്റവും ആദ്യത്തെ വീട്. അവ്വലു മനാസിലിൽ ആഖിറ. ആഖിറത്തിലെ ഏറ്റവും ആദ്യത്തെ വീടാണ് ഖബർ. ആ ഇടുങ്ങിയ കുഴിയിലേക്ക് മയ്യിത്ത് വെക്കപ്പെടും.
അതിനുമേൽ മണ്ണിട്ട് മൂടപ്പെടും. വെള്ളമില്ല, വെളിച്ചമില്ല, വായുവില്ല, കൂട്ടിനാരുമില്ല. അവന്റെ പ്രിയപ്പെട്ടവർ അവനെ പിരിഞ്ഞു പോകും. കൂടെയുള്ളത് അവന്റെ കഫൻ പുടവയും അവൻ ചെയ്ത അമലുകളും മാത്രമാണ്. ആ കഫൻ പുടവ നുരുമ്പിപ്പോകും. പിന്നെ ബാക്കിയാകുന്നത് അവന്റെ അമലുകൾ മാത്രം. അവന്റെ പര്യവസാനത്ത് അവൻ കാത്തിരിക്കുകയാണ്. അവൻ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കുകയാണ്. അത് ഖൈറാണെങ്കിൽ അത് അവന് ഖൈറാണ്. അവന്റെ പര്യവസാനം അവന് ഷർറാണെങ്കിൽ അവന് ഷർറാണ്. ഖബർ എന്നത് ഒന്നുകിൽ സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളിൽപ്പെട്ട പൂന്തോട്ടമാകും, റൗദത്തും മിൻ റിയാദിൽ ജന്ന, അല്ലെങ്കിൽ ഹഫ്റത്തും മിൻ ഹഫറിൻ നീറാൻ, നരകത്തിലെ തീക്കുണ്ടങ്ങളിൽ വെച്ച ഏതെങ്കിലും ഒരു തീക്കുണ്ടമായി തീരും. അങ്ങനെ മയ്യത്ത് മറമാടപ്പെട്ടാൽ അവന്റെ പ്രിയപ്പെട്ടവരെല്ലാം അവനെ വിട്ടു പിരിഞ്ഞു പോയാൽ അല്ലാഹു തആല അവന് വീണ്ടും റൂഹിട്ടപ്പെടും. റൂഹ് അവന്റെ ശരീരത്തിലേക്ക് ഊതപ്പെടും. വയഅതീഹി മലക്കാൻ, അവന്റെ അടുക്കൽ 2 മലക്കുകൾ വരും. ഫയുജ്ലിസാനി, അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹ്, ആ 2 മലക്കുകളും അവനോട് ചോദിക്കും, മർ റബ്ബുക് വമാ ദീനുക് വമൻ നബിയുക്, നിന്റെ റബ്ബാരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ നബി ആരാണ്? അവൻ മുഅ്മിനാണെങ്കിൽ അവൻ പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ്. ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്. നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. ഫയുനാദി മുനാദി മിനസ് സമാ, അങ്ങനെ ആകാശത്തിൽ നിന്ന് വിളിച്ചു പറയും, അൻ ഖദ് സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഫ്രിഷൂ ലഹു മിനൽ ജന്ന, അവന് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കുക. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വസ്ത്രം അവനെ ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ അവന് തുറന്നു കൊടുക്കുക എന്ന് ആകാശത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും. വയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ, അങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ള ആ സുഗന്ധം അവന്റെ ഖബറിലേക്ക് എത്തും. വയുഫ്തഹു ലഹു ഫീഹി മദ്ദ ബസരി, അവന്റെ ഖബർ നോക്കറ്റാ ദൂരത്തോളം വിശാലമാക്കപ്പെടും. ഇനി ഒരു മയ്യത്ത് കാഫിറിന്റെ മയ്യത്താണെങ്കിൽ ആ മലക്കുകൾ അവനോട് ചോദിക്കും, മർ റബ്ബുക് വമാ ദീനുക് വമൻ നബിയുക്, നിന്റെ റബ്ബാരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ നബി ആരാണ്? അവൻ പറയും, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല. വിളിച്ചു പറയും ആകാശത്ത് നിന്ന്, അൻ കദബ അബ്ദി, എന്റെ അടിമ കള്ളം പറഞ്ഞിരിക്കുന്നു, കളവാക്കിയിരിക്കുന്നു. ഫഫ്രിഷൂഹു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വിരിപ്പ് അവന് വിരിച്ചു കൊടുക്കുക. വൽബിസൂഹു മിനന്നാർ, നരകത്തിലെ വസ്ത്രം അവന് ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള വാതിൽ അവന് തുറന്നു കൊടുക്കുക എന്ന് വിളിച്ചു പറയപ്പെടും. വയഅതീഹി മിൻ ഹർരിഹാ വസമൂമിഹാ, നരകത്തിൽ നിന്നുള്ള ചൂടും അതിന്റെ ദുർഗന്ധവും അവന്റെ ഖബറിലേക്കെത്തും. വയുദയ്യിഖു അലൈഹി ഖബ്റുഹു ഹത്താ തഖ്തലിഫ അദ്ലാഉഹു, അവന്റെ ഖബർ ഇടുക്കപ്പെടും. അവന്റെ വാരിയെല്ലുകൾ പരസ്പരം കോർക്കുന്നതുവരേക്കും അവന്റെ ഖബർ ഇടുക്കപ്പെടും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഖബർ കേട്ടാൽ കരയുമായിരുന്നു. ഖബറിന്റെ സമീപം നിന്നാൽ അദ്ദേഹം കരയുമായിരുന്നു. വകാന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇദാ വഖഫ അലാ ഖബറിൻ ബകാ വഖീല ലഹു തുദ്കറുൽ ജന്നത്തു വന്നാർ ഫലാ തബ്കി വതബ്കി മിൻ ഹാദാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു ഖബറിന്റെ സമീപം നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കരയുമായിരുന്നു. ഹത്താ യബുല്ല ലിഹിയതഹു, അദ്ദേഹത്തിന് താടി നനയുമാറ്, താടി മുഴുവൻ കണ്ണീര് കൊണ്ട് കുതിരുമാറ്, ആ നിലക്ക് അദ്ദേഹം കരയുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അൽ ഖലീഫത്തുർ റാഷിദ്, സച്ചരിതനായിട്ടുള്ള ഖലീഫ, ഇസ്ലാമിന്റെ ഖലീഫ. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും പറയപ്പെടുമ്പോൾ താങ്കൾ കരയുന്നില്ലല്ലോ,
പിന്നെ ഖബർ കണ്ടിട്ടാണോ താങ്കൾ കരയുന്നത്? അദ്ദേഹം പറയുകയാണ്, ഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അൽ ഖബ്റു അവ്വലു മനാസിലിൽ ആഖിറഹ്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഖബർ എന്നത് ആഖിറത്തിലെ ഏറ്റവും ആദ്യത്തെ വീടാണ്, പരലോകത്തെ ഏറ്റവും ആദ്യത്തെ വീടാണ് ഖബർ. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ. ആ ഖബറിലെ ശിക്ഷയിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അതിനുശേഷം വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ അവന് എളുപ്പമുള്ളതായിരിക്കും. പിന്നീട് വരാനിരിക്കുന്ന വിചാരണയും മഹ്ശറിലെ നൃത്തവും എല്ലാം അവന് എളുപ്പമുള്ളതായിരിക്കും, ആരെങ്കിലും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ. ഫഇല്ലം യൻജു മിൻഹു, ആ ഖബർ ശിക്ഷയിൽ നിന്ന് ഒരുവൻ രക്ഷപ്പെട്ടില്ല എങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻ, പിന്നീട് അതിനുശേഷം വരാനുള്ളത് അതിനേക്കാളും അവന് പ്രയാസമുള്ളതായിരിക്കും, കഠിനമുള്ളതായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിന്റെ കാഴ്ച, ഭയാനകമായ കാഴ്ചയെ സംബന്ധിച്ച്, മാ റഅയ്തു മൻദറൻ ഖത്ത് ഇല്ലൽ ഖബ്റു ഇല്ലാ വൽ ഖബ്റു അഫ്ളഹു മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖബറിനേക്കാളും ഭയാനകമായ ഭീകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് കാഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പരലോകത്തെ കാഴ്ചകൾ. മിഅ്റാജിന്റെ രാത്രിയിൽ നരകവാസികളെ സംബന്ധിച്ച് അല്ലാഹു തആല നരകവാസികളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതിനേക്കാളും എത്രയോ ഭീകരമായ കാഴ്ചയാണ് ഖബറിലെ കാഴ്ച എന്നത്. മാ റഅയ്തു മൻദറൻ ഖത്ത് ഇല്ലാ വൽ ഖബ്റു അഫ്ളഹു മിൻ. ഖബറിനേക്കാളും, ഖബർ ശിക്ഷയേക്കാളും ഭയാനകമായ ഭീകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. സഹോദരങ്ങളെ, മദീനയിലുള്ള വൃദ്ധരായിട്ടുള്ള രണ്ട് യഹൂദികളായ സ്ത്രീകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന അഹ്ലൽ ഖുബൂരി യുഅദ്ദബൂന ഫീ ഖുബൂരിഹിം. തീർച്ചയായും ഖബറിലായ ആളുകൾ, ഖബറാളികൾ അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ് എന്ന് ഈ യഹൂദികളായിട്ടുള്ള രണ്ട് സ്ത്രീകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു. അവരത് വിശ്വസിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി അടുക്കൽ ചെന്നു, എന്നിട്ട് കാര്യം പറഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖത. നബി സല്ലല്ലാഹു പറയുകയാണ്, ആ രണ്ട് യഹൂദി സ്ത്രീകൾ പറഞ്ഞത് സത്യമാണ്. ഇന്ന അഹ്ലൽ ഖുബൂരി യുഅദ്ദബൂന അദാബൻ തസ്മഉഹുൽ ബഹായിമു കുല്ലുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തീർച്ചയായും ഖബറിലെ ആളുകൾ ഖബറിൽ വെച്ച് അവർ ശിക്ഷിക്കപ്പെടും. അദാബൻ തസ്മഉഹുൽ ബഹായിമു കുല്ലുഹാ. എല്ലാ നാൽക്കാലികളും കേൾക്കുന്ന നിലക്ക് ഖബറിൽ വെച്ച് അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തൻ്റെ നമസ്കാരത്തിൽ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആലയോട് അഭയം തേടുന്നത് ഉപേക്ഷിച്ചിട്ടില്ല. വജാ ഫീ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തശഹദ അഹദുകും ഫൽയസ്തഇദ് ബില്ലാഹി മിൻ അർബഅ. നിങ്ങളിൽ ആരെങ്കിലും നമസ്കാരത്തിൽ തശഹുദിലായി കഴിഞ്ഞാൽ, അതായത് അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന സമയത്ത് 4 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടണം. 4 കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടണം. വയഖൂൽ, എന്നിട്ട് നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ അദാബി ജഹന്നം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇങ്ങനെ 4 കാര്യങ്ങളിൽ നിന്ന് അഭയം തേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു. സഹോദരങ്ങളെ, ഖബറിന് ഇടുക്കമുണ്ട്, തീർച്ചയായും ഖബറിന് ഇടുക്കമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലിൽ ഖബ്രി ലഗ്ത. തീർച്ചയായും ഖബറിനൊരു ഇടുക്കമുണ്ട്. ലൗ നജാ മിൻഹാ അഹദുൻ ലനജാ മിൻഹാ സഅദ് ബിൻ മുആദ്. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ
തീർച്ചയായും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അതായത് ഒരാൾക്കും തന്നെ ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. മറ്റൊന്ന് സഹോദരങ്ങളെ, ഖബറിന്റെ ഭയാനകമായിട്ടുള്ള അതിൻ്റെ അവസ്ഥകളിൽപ്പെട്ട ഒന്നാണ് ആ ഖബറാളിക്ക് പരലോകത്ത് തൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ഖബറിൽ വെച്ച് തന്നെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ജാ ഫീ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹാ ഇന്ന അഹദകും ഇദാ മാത് ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശി. നിങ്ങളിൽ ആരെങ്കിലും ഒരുവൻ മരണപ്പെട്ടാൽ അവൻ്റെ ഖബറിൽ വെച്ച് തന്നെ പരലോകത്ത് അവൻ്റെ സ്ഥാനം എവിടെയാണ്, അവൻ്റെ സീറ്റ് എവിടെയാണെന്ന് എല്ലാ ദിവസവും രാത്രിയും പകലും വൈകുന്നേരവും അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നതാണ്. ബിൽ ഗദാതി വൽ അശി, പകലിലും വൈകുന്നേരവും അല്ലാഹു തആല കാണിച്ചു കൊടുക്കും പരലോകത്ത് അവൻ്റെ സ്ഥാനം എവിടെയാണ്. ഫൈൻ കാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലിൽ ജന്ന. ഇനി അവൻ സ്വർഗവാസികളിൽപ്പെട്ടവനാണെങ്കിൽ സ്വർഗവാസികളുടെ കൂട്ടത്തിലായിരിക്കും അവൻ്റെ സ്ഥാനം. വൈൻ കാന മിൻ അഹ്ലിൻ നാർ ഫമിൻ അഹ്ലിൻ നാർ. നരകവാസികളിൽപ്പെട്ടവനാണെങ്കിൽ നരകവാസികളുടെ കൂട്ടത്തിലായിരിക്കും അവൻ്റെ സ്ഥാനം. എന്നിട്ട് അവനോട് പറയും, ഹാദാ മഖഅദുക്, ഇതാണ് നിന്റെ സ്ഥാനം, നിന്റെ സീറ്റ് ഇവിടെയാണ്. ഹത്താ യബ്സക അല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരേക്കും ഖബറിൽ വെച്ച് അത് കാണിച്ചു കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും 2 നേരം, പകലിലും വൈകുന്നേരവും. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ്റെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം ആത്മാർത്ഥമായി കൊണ്ട് അഭയം തേടുക. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على سيد الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. സഹോദരങ്ങളെ, നാം നമ്മുടെ ഖബർ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് വരാനിരിക്കുന്ന ആ ഖബർ എന്ന വീട്ടിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുക. ആ ഒരു ചിന്ത നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തെ കൊണ്ടുവരുന്നതാണ്, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ്, നമ്മുടെ ഹൃദയത്തിന് ജീവൻ നൽകുന്നതാണ്. മരണത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത, ഖബറിനെ കുറിച്ചിട്ടുള്ള ചിന്ത. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, തീർച്ചയായും അത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാക്കും. നമുക്ക് മരണചിന്തയുണ്ടാക്കും ഖബറുകൾ സന്ദർശിക്കുന്നത്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അതിലേറ്റവും ഒന്നാമത്തത് അലിസ്തിഖാമത്തു അലാ തആത്തില്ലാ, അള്ളാഹുവിനോടുള്ള അനുസരണയിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കലാണ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക, അവൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാക്കിയിട്ടുണ്ട്. ഖാല അല്ലാഹു അസ്സ വജൽ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും സുമ്മ ഇസ്തഖാമു, എന്നിട്ട് ആ ദീനിൽ നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്തവർ, അവരുടെ അടുക്കൽ തതനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവരോട് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെ സംബന്ധിച്ച് നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക എന്ന മലക്കുകൾ ആ മനുഷ്യരോട് പറയും. ദീനിൽ നേരെ ചൊവ്വെ നിലകൊണ്ടവരോട്, റസൂലിന്റെ ശരിയ പിൻപറ്റിയവരോട് ആ മലക്കുകൾ വന്ന് പറയുകയാണ്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും
ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, മിത്രങ്ങളാണ്, സഹായികളാണ് എന്ന മലക്കുകൾ അവരോട് പറയുന്നതാണ്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. സൂറത്തുൽ മുൽക്കിന്റെ പാരായണമാണത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്ത് പാരായണം ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. സൂറത്തുൻ തബാറക ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ. സൂറത്ത് തബാറക, അതായത് സൂറത്തുൽ മുൽക്ക്, അത് ഖബർ ശിക്ഷയെ തടയുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സൂറത്തൻ ഫിൽ ഖുർആൻ 30 ആയ, ഖുർആനിൽ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. ശഫഅത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹ്. ആ സൂറത്ത്, ആരാണ് ആ സൂറത്ത് പാരായണം ചെയ്യുന്നത്, അവന് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അവന് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നത് വരെ, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് വരേക്കും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തവന് വേണ്ടി ശഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ സൂറത്തുൻ തബാറക, അത് തബാറക സൂറത്താണ്, സൂറത്തുൽ മുൽക്ക്. അതിന്റെ പാരായണം, അത് ഹിഫ്ള് ചെയ്യൽ, അതിന്റെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കൽ, അതുകൊണ്ട് അമൽ ചെയ്യൽ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല, ഏത് സമയത്തും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം, പ്രത്യേക സമയങ്ങളില്ല. അതുപോലെ തന്നെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗം, ഖബർ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന പാപങ്ങൾ വെടിയുക എന്നതാണ്. ഖബർ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന പാപങ്ങൾ ഉപേക്ഷിക്കുക. അതിൽപ്പെട്ടതാണ് കളവ് പറയുക, അതുപോലെ തന്നെ വ്യഭിചാരം, പലിശ, ഖുർആനിനെ ഹജ്ർ ചെയ്യുക, ഖുർആനിനെ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഗീബത്തും നമീമത്തും ഏഷണി, പരദൂഷണം, അതെല്ലാം ഖബർ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന പാപങ്ങളാണ്. അതെല്ലാം ഉപേക്ഷിക്കുക എന്നത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ്. സഹോദരങ്ങളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുകയാണ്, ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു മാർഗം, ഒരു മനുഷ്യൻ രാത്രിയിൽ അവൻ വിരിപ്പിലേക്ക് കടന്നാൽ, ഉറങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഒരു സമയം അവനും അവൻ്റെ റബ്ബിനും ഇടയിലായിക്കൊണ്ട് ഒഴിഞ്ഞിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, താനും തൻ്റെ റബ്ബിനു മുന്നിലായിക്കൊണ്ട്. എന്നിട്ട് താൻ ആ ദിവസത്തിൽ പകലിലും രാത്രിയിലും ചെയ്തിട്ടുള്ള തൻ്റെ കർമ്മങ്ങളെ, തൻ്റെ പ്രവൃത്തികളെ അവൻ വിചാരണ ചെയ്യുക, കണക്കാക്കുക, കൂട്ടി നോക്കുക. ലാഭമാണോ നഷ്ടമാണോ, നന്മയാണോ തിന്മയാണോ പ്രവർത്തിച്ചിട്ടുള്ളത്, സ്വയം വിചാരണ ചെയ്യുക, തനിക്കും തൻ്റെ റബ്ബിനും ഇടയിലുമായിക്കൊണ്ട് മാത്രം. എന്നിട്ട് അവൻ ചെയ്തിട്ടുള്ള പാപങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിക്കൊണ്ട്, സത്യസന്ധമായിക്കൊണ്ട് തൗബ ചെയ്യുക. ആ തൗബ ചെയ്തുകൊണ്ട് അവൻ ആ രാത്രി ഉറങ്ങാൻ കിടക്കുക. നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരിക്കലും താൻ ആ തിന്മകളിലേക്ക് മടങ്ങിപ്പോകുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി അവൻ ഉറങ്ങണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആ രാത്രി മരിപ്പിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് തൗബ ചെയ്തവനായിക്കൊണ്ട്, പശ്ചാത്തപിച്ചവനായിക്കൊണ്ടാണ് അവൻ മരണപ്പെടുന്നത്. എന്തുമാത്രം ഖൈറായിട്ടുള്ള മരണമാണത്! തൻ്റെ റബ്ബിനോട് തൻ്റെ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട്, തൻ്റെ തിന്മകളിൽ പശ്ചാത്തപിച്ചുകൊണ്ട്, സത്യസന്ധമായി തൗബ ചെയ്തുകൊണ്ട് മരണപ്പെടുക എന്നത് എന്തുമാത്രം ഖൈറായിട്ടുള്ള മരണമാണ്! ഏറ്റവും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഉറക്കമാണതെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുന്നു. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആയുസ് നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ, പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സന്തോഷവാനായിക്കൊണ്ട്, കഴിഞ്ഞ ദിവസം തനിക്ക് ചെയ്യാൻ സാധിക്കാതെ താൻ ഉപേക്ഷിച്ചു പോയിട്ടുള്ള നന്മകൾ, ആ നന്മകൾ ചെയ്യാനുള്ളൊരു അവസരമായി കൊണ്ട് അതിനെ കാണുകയും, അങ്ങനെ തൻ്റെ റബ്ബിലേക്കുള്ള നന്മകളിൽ, അള്ളാഹുവിനോടുള്ള അനുസരണയിൽ മുന്നേറാനുള്ള അവസരമായി അതിനെ കാണുകയും, അങ്ങനെ സന്തോഷത്തോടു കൂടി തൻ്റെ നന്മകളിൽ അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്തുകൊണ്ട് ഉറങ്ങുക എന്നത് ഏറ്റവും നല്ല ഉറക്കമാണ്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹാ വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ഫനസ്അലുല്ലാഹൽ അലിയ്യൽ അദീം ബിമന്നിഹി വകറമിഹി വഫദ്ലിഹി വഇഹ്സാനിഹി അൻ യുവഫിഖനാ വഇയ്യാകും ലികുല്ലി ഖൈർ വഅൻ യുജന്നിബനാ വഇയ്യാകും കുല്ല ശർരി മദൈർ. اللهم آت نفوسنا وتقواها وزكها أنت خير من زكاها أنت وليها ومولاها
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين من اليهود والنصارى والكفار أجمعين يا رب العالمين. والحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. إن الحمد لله نحمده ونستعينه ونستغفره